ഹായ് ഓൾ. അപ്പോൾ ഇന്ന് നമ്മൾ അടുത്ത ക്ലാസ്സിലേക്ക് കടക്കുകയാണ്. CRPCയിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു സെക്ഷനാണ്. ഈ സെക്ഷൻ എന്ന് പറയുന്നത് നമ്മൾ സമ്മൻസും വാറണ്ടിനെയും പറ്റി പഠിക്കും. അതുപോലെ തന്നെ റിമാൻഡിനെ പറ്റിയും ജുഡീഷ്യൽ കസ്റ്റഡീനെ പറ്റിയും നമ്മുടെ സിലബസിലുള്ള പോർഷൻസാണ് നമ്മൾ കവർ ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ഒരുപാട് പേര് അല്ലെങ്കിൽ കുറച്ച് ആൾക്കാർ എൻ്റെ അടുത്ത് ഇങ്ങനെ ഇത് പഠിപ്പിക്കാമോ അത് പഠിപ്പിക്കാമോ എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ ഇങ്ങനെ സെക്ഷൻ അറിയുന്നില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ പഠിക്കുന്നത് വേസ്റ്റായി പോകും. അപ്പം സെക്ഷൻ കൃത്യമായിട്ട് നോക്കി വേണം പഠിക്കാൻ. അപ്പോൾ സെക്ഷൻ അറിഞ്ഞിരിക്കണം. ഇന്ന് പഠിക്കുന്ന സെക്ഷൻ എന്ന് പറഞ്ഞാൽ സെക്ഷൻ 167 ആണ് നമ്മൾ മേജറായിട്ട് പഠിക്കുന്നത്. അപ്പോൾ ഈ 167 നമ്മൾ പറയുന്നത് വെച്ച് കഴിഞ്ഞാൽ ഇൻവെസ്റ്റിഗേഷൻ 24 മണിക്കൂറിനുള്ളിൽ കംപ്ലീറ്റ് ചെയ്യാൻ പറ്റിയില്ല എന്നുണ്ടെങ്കിൽ പോലീസ് എന്ത് ചെയ്യണം? ഓക്കെ, അതായത് ഇൻവെസ്റ്റിഗേഷൻ എന്ന് പറഞ്ഞാൽ ആരാണ് ചെയ്യുന്നത്? ഞാൻ നേരത്തെ പറഞ്ഞു, പോലീസ് ആണ് ഇൻവെസ്റ്റിഗേഷൻ ചെയ്യുന്നത്. സോ ഇൻവെസ്റ്റിഗേഷൻ 24 മണിക്കൂറിനുള്ളിൽ പോലീസിന് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ പിന്നെ അയാളെ എന്ത് ചെയ്യാൻ പറ്റില്ല? കസ്റ്റഡി വെച്ചുകൊണ്ടിരിക്കാൻ പറ്റില്ല, അല്ലേ? കസ്റ്റഡിയിൽ വെക്കണമെന്നുണ്ടെങ്കിൽ മജിസ്ട്രേറ്റിൻ്റെ ഓർഡർ വേണം. 24 മണിക്കൂറിൽ കൂടുതൽ ഒരാളെ നിങ്ങൾക്ക് കസ്റ്റഡിയിൽ വെക്കാൻ സാധിക്കില്ല. അപ്പം അങ്ങനെ ഒരു കസ്റ്റഡിയിൽ ഇരിക്കുന്ന അല്ലെങ്കിൽ ഇൻവെസ്റ്റിഗേഷൻ 24 മണിക്കൂറിനുള്ളിൽ ചെയ്യാൻ പറ്റിയില്ല എന്നുണ്ടെങ്കിൽ പിന്നെ എന്ത് ചെയ്യണം എന്ന് പറയുന്ന സെക്ഷനാണ് സെക്ഷൻ 167. വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ഉള്ള സെക്ഷനാണ് ഇത്. സെക്ഷൻ നിങ്ങൾ വായിച്ച് തന്നെ പഠിക്കണം, എന്നാൽ മാത്രമേ നിങ്ങൾക്ക് ഇത് ഓർത്തിരിക്കുകയുള്ളൂ. സെക്ഷൻ വായിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് അതിൻ്റെ കീ വേർഡ്സ് നിങ്ങൾ ഓർത്ത് വെച്ചിരിക്കുക. വെനെവർ എനി പേഴ്സൺ ഈസ് അറസ്റ്റഡ്, അത് ഏതൊരാളും അറസ്റ്റ് ചെയ്യപ്പെട്ടാൽ, ഇവിടെ എന്തില്ല, വെയിലബിൾ ഒഫൻസ് എന്നോ നോൺ വെയിലബിൾ ഒഫൻസ് എന്നോ അങ്ങനെ ഒരു വേർതിരിവില്ല. അതായത് ഒരു മനുഷ്യനെ നിങ്ങൾ അറസ്റ്റ് ചെയ്ത് കഴിഞ്ഞ് കസ്റ്റഡി വെച്ചിട്ടുണ്ട്, പക്ഷേ നമുക്ക് ഇൻവെസ്റ്റിഗേഷൻ 24 മണിക്കൂറിനുള്ളിൽ സെക്ഷൻ 57 പറയുന്ന 24 മണിക്കൂറിനുള്ളിൽ നിങ്ങൾക്ക് ചെയ്യാൻ സാധിക്കുന്നില്ല എന്നുണ്ടെങ്കിൽ പിന്നെ എന്താണ്? നിങ്ങൾക്ക് വിശ്വാസമുണ്ട് അവൻ ചെയ്തിട്ടുണ്ട്, അല്ലെങ്കിൽ അവൻ പറഞ്ഞിരിക്കുന്ന അക്യൂസേഷൻ ഈസ് വെരി വെൽ ഫൗണ്ടഡ് എന്ന് നിങ്ങൾക്ക് അറിയാമെന്നുണ്ടെങ്കിൽ നിങ്ങൾ ആ പോലീസ് സ്റ്റേഷൻ്റെ ഓഫീസർ ഇൻ ചാർജ് ആണെന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ നിങ്ങൾ ഇൻവെസ്റ്റിഗേഷൻ നടത്തുന്ന പോലീസ് ഓഫീസറാണെന്നുണ്ടെങ്കിൽ SIയുടെ റാങ്കിന് താഴെ ആവാൻ പാടില്ല. അതായത് മിനിമം SI എങ്കിലും ഉള്ള ഒരാൾക്ക് ഉടനെ തന്നെ ആ അക്യൂസ്ഡിനെ ഏറ്റവും അടുത്ത നിയറസ്റ്റ് ജുഡീഷ്യൽ മജിസ്ട്രേറ്റിലേക്ക് കൊണ്ടുപോകാം. ഉദാഹരണത്തിന് നിങ്ങൾ ഇപ്പോൾ ഒരാളെ അറസ്റ്റ് ചെയ്തു. ഓക്കെ, നിങ്ങളൊരു SI ആണ്, നിങ്ങളൊരു ഇൻവെസ്റ്റിഗേഷൻ്റെ ബേസ് ചെയ്ത് ഒരാളെ അറസ്റ്റ് ചെയ്തു. പക്ഷേ നിങ്ങൾ സ്റ്റേഷൻ്റെ ഔട്ട് സ്റ്റേഷൻ ലിമിറ്റിൽ പോയാണ് പുള്ളിക്കാരനെ അറസ്റ്റ് ചെയ്തത്. അപ്പോൾ അറസ്റ്റ് ചെയ്യുന്ന സമയത്തിന് നിങ്ങൾ ഇൻവെസ്റ്റിഗേഷൻ 24 മണിക്കൂറിനുള്ളിൽ ചെയ്യാൻ പറ്റും എന്ന് വിചാരിച്ചുകൊണ്ട് നിങ്ങൾ അവിടുത്തെ ഇൻവെസ്റ്റിഗേഷൻ പ്രൊസീജിയേഴ്സൊക്കെ ചെയ്തു. അപ്പോൾ 24 മണിക്കൂർ അടുക്കാറപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവുകയാണ് ഇവനെ ഇനി വെച്ചുകൊണ്ടിരുന്ന ഇൻവെസ്റ്റിഗേഷൻ പൂർത്തീകരിക്കാൻ പറ്റില്ല. അപ്പോൾ മജിസ്ട്രേറ്റിനെ പോയി കണ്ട് ഓർഡർ വാങ്ങണം. അപ്പോൾ നിങ്ങൾ കൃത്യം നടന്ന മജിസ്ട്രേറ്റിൻ്റെ അടുത്ത് പോവുമോ അതോ ഇവനെ പിടിച്ച മജിസ്ട്രേറ്റിൻ്റെ അടുത്ത് പോവുമോ? ഉറപ്പായിട്ടും നിയറസ്റ്റ് മജിസ്ട്രേറ്റിനാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഇവനെ പിടിച്ച് ഇവന് അടുത്തുള്ള ആരുണ്ടോ ആ മജിസ്ട്രേറ്റിൻ്റെ അടുത്ത് കൊണ്ടുപോയി ഇവനെ കാണിച്ച് റിമാൻഡ് വാങ്ങാം. അപ്പം റിമാൻഡ് വാങ്ങാൻ ഉദ്ദേശിക്കുന്നത് പോലീസ് കസ്റ്റഡിയിൽ എടുക്കുക എന്നുള്ളതാണ് ഈ റിമാൻഡ് എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഒരാളെ നിങ്ങൾ അറസ്റ്റ് ചെയ്തു, 24 മണിക്കൂർ കഴിഞ്ഞു, അവനെ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല. ഇനി കൂടുതൽ ക്വസ്റ്റ്യൻ ചെയ്യണമെന്നുണ്ടെങ്കിൽ മജിസ്ട്രേറ്റിൻ്റെ അതോറിറ്റി വേണം. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യണം? അവൻ ഏറ്റവും തൊട്ടടുത്ത മജിസ്ട്രേറ്റിൻ്റെ അടുത്ത് കൊണ്ടുപോവാണ്. ഓക്കെ, ഇനി നിങ്ങൾ മജിസ്ട്രേറ്റ് ആവുക കുറച്ച് നേരത്തേക്ക്. അപ്പം മജിസ്ട്രേറ്റ് അടുത്ത് കൊണ്ടുപോകുമ്പോൾ ഒരു കാര്യം കൊണ്ടുവരണം, കോപ്പി ഓഫ് ദി എൻട്രീസ് ഇൻ ദി ഡയറി. ഓക്കെ, ഒരു കേസ് ഡയറിയോട് ആ സാധനം കൂടെ വെച്ച് വേണം കൊണ്ടുപോകാൻ. എന്നിട്ട് അതും കൂടെ കുഴച്ച് വേണം നിങ്ങൾ ഈ അക്യൂസ്ഡിനെ മജിസ്ട്രേറ്റിൻ്റെ അടുത്ത് കൊണ്ടുപോകാൻ. ഓക്കെ, അപ്പോൾ നിങ്ങൾ മജിസ്ട്രേറ്റിൻ്റെ അടുത്ത് അക്യൂസ്ഡുമായിട്ട് എത്തി. അപ്പോൾ മജിസ്ട്രേറ്റ് എന്ത് ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ അയാൾക്ക് ജൂറിസ്ഡിക്ഷൻ ഉണ്ടോ ഇല്ലയോ എന്നുള്ളത് പ്രോബ്ലമേ അല്ല. അയാൾക്ക് ജൂറിസ്ഡിക്ഷൻ ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും എന്ത് ചെയ്യാം? ഇയാളുടെ ഡിറ്റൻഷൻ കസ്റ്റഡിയിലേക്ക് കൊടുക്കാം. ഓക്കെ, ടൈം ടു ടൈം, ഓരോ സമയത്ത്, അതായത് പോലീസ് ആവശ്യപ്പെടുന്നതാണ് ഉദ്ദേശിക്കുന്ന ടൈം ടു ടൈമിൽ ഈ ഡിറ്റൻഷൻ ഓതറൈസ് ചെയ്യാം അക്യൂസ്ഡിൻ്റെ. അത് 15 ദിവസത്തിൽ കൂടാൻ പാടില്ല. അതായത് എത്ര സമയം വേണമെങ്കിലും ഇയാൾക്ക് എക്സ്റ്റെൻഡ് ചെയ്ത് പോലീസ് കസ്റ്റഡിയിലേക്ക് കൊടുക്കാം, പക്ഷേ അത് 15 ദിവസം കൂടാൻ പാടില്ല. 15 ദിവസത്തിൽ കൂടുതൽ എക്സ്റ്റൻഷൻ കൊടുക്കാൻ പറ്റില്ല. അത് ഈ സെക്ഷനിൽ തന്നെ പറയുന്നുണ്ട്. ഈ 15 ദിവസം വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ ഈ 15 ദിവസം എന്തായാലും എക്സീഡ് ചെയ്യാൻ പാടില്ല. അതുപോലെ തന്നെ ഇയാൾക്ക് ജൂറിസ്ഡിക്ഷൻ ഇല്ല എന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ കേസ് ട്രയലിന് കമ്മിറ്റ് ചെയ്യാൻ സാധിക്കില്ല എന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ഫർദർ ഡിറ്റൻഷൻ ആവശ്യമില്ല എന്നുണ്ടെങ്കിൽ ഇയാൾക്ക് അക്യൂസ്ഡിനെ
വേറൊരു മജിസ്ട്രേറ്റിലേക്ക് പറഞ്ഞു വിടാം, ജൂറിസ്ഡിക്ഷനുള്ള മജിസ്ട്രേറ്റിലേക്ക് പറഞ്ഞു വിടാം. ഉദാഹരണത്തിന് നിങ്ങളിപ്പോൾ പോക്സോ കേസിലൊരു പുള്ളീനെയാണ് അറസ്റ്റ് ചെയ്ത് കൊണ്ടുവന്ന് മജിസ്ട്രേറ്റിൻ്റെ അടുത്ത് കാണിക്കുകയാണ്. മജിസ്ട്രേറ്റ് പറയുന്നത് എനിക്കില്ല ജൂറിസ്ഡിക്ഷൻ പറ്റില്ല, കമ്മിറ്റ് ചെയ്യാനൊന്നും പറ്റാത്ത അവസ്ഥയ്ക്ക് ഞാൻ നിങ്ങളെ കറക്റ്റ് ആ ജഡ്ജിൻ്റെ അടുത്ത് തന്നെ വിടാം, പുള്ളി തീരുമാനിക്കട്ടെ എന്ന് പറയും. അപ്പോൾ ആ ഒരു സംഭവം ഇതിൽ വരുന്നുണ്ട്. അതായത് ജൂറിസ്ഡിക്ഷൻ ഇല്ല, അല്ലെങ്കിൽ കേസ് ട്രൈ ചെയ്യാൻ ജൂറിസ്ഡിക്ഷൻ ഇല്ല, അല്ലെങ്കിൽ ട്രയൽ കമ്മിറ്റ് ചെയ്യാൻ ജൂറിസ്ഡിക്ഷൻ ഇല്ല എന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ അതുപോലെ തന്നെ ഇനി ഇവനെ വെച്ചിരിക്കാൻ താല്പര്യമില്ല, ഇവനെ കസ്റ്റഡി വെച്ചിട്ട് ഒരു ആവശ്യമില്ല എന്ന് തോന്നുവാണെങ്കിൽ അക്യൂസ്ഡിനെ ജൂറിസ്ഡിക്ഷൻ ഉള്ള മജിസ്ട്രേറ്റിൻ്റെ അടുത്തേക്ക് പറഞ്ഞു വിടാം. ഓക്കെ, എന്നിട്ട് മജിസ്ട്രേറ്റ് എന്ത് ചെയ്യുക, ഇതാണ് അത്രയും കഴിഞ്ഞു, ആ ഒരു ചാപ്റ്റർ കഴിഞ്ഞു. ഇനി ഒരു മജിസ്ട്രേറ്റിന് ഒരാളെ ആതറൈസ്ഡ് ഡിറ്റൻഷനിലേക്ക് ഒരു അക്യൂസ് പേഴ്സൺ ആക്കണമെന്നുണ്ടെങ്കിൽ, അക്യൂസ് പേഴ്സൺ ഡിറ്റൻഷനിലേക്ക് വെക്കണമെന്നുണ്ടെങ്കിൽ 15 ദിവസത്തിൽ കൂടുതൽ വെക്കണം എന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യണം, അഡിക്വേറ്റ് ഗ്രൗണ്ട്സ് വേണം. അഡിക്വേറ്റ് ഗ്രൗണ്ട്സ് ഇല്ലാതെ ഒരാളെയും പോലീസ് കസ്റ്റഡിയിൽ വെക്കാൻ പറ്റില്ല. പക്ഷേ എന്തൊക്കെ പറഞ്ഞാലും തന്നെയും ഒരു മനുഷ്യനെ ഒരാൾ ചെയ്തിട്ടുള്ള കുറ്റം, അക്യൂസ്ഡ് ചെയ്തിട്ടുള്ള കുറ്റം, അതിൻ്റെ ശിക്ഷ, കുറ്റത്തിൻ്റെ ശിക്ഷ ഡെത്തോ ലൈഫ് ഇംപ്രിസൺമെൻറ്റോ 10 വർഷം വരെയോ ശിക്ഷ, 10 വർഷത്തിൽ കൂടുതൽ, നോട്ട് ലെസ് ദാൻ 10 ഇയേഴ്സോ ആണെങ്കിൽ 90 ഡേയ്സ് വരെയും, അതുപോലെ തന്നെ 10 വർഷം വരെയുള്ള ശിക്ഷയ്ക്കാണെങ്കിൽ 60 ദിവസം വരെ മാത്രമേ കസ്റ്റഡിയിൽ വെക്കാൻ പറ്റുള്ളൂ. ഓക്കെ, അതിൻ്റെ റിയൽ അർത്ഥം ഞാൻ പറഞ്ഞുതരാം. അപ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം, മജിസ്ട്രേറ്റിന് 15 ഡേയ്സ് എന്തായാലും പോലീസ് കസ്റ്റഡിയിൽ കൊടുക്കാൻ പറ്റുള്ളൂ. പിന്നെ ഉള്ള കസ്റ്റഡി എന്ന് പറഞ്ഞാൽ ജുഡീഷ്യൽ കസ്റ്റഡിയാണ്. ജുഡീഷ്യൽ കസ്റ്റഡി വെക്കുവാണെങ്കിൽ പോലും അത് ഇപ്പോൾ കസ്റ്റഡി വെക്കണമെന്നുണ്ടെങ്കിൽ, ഒരു ഡിറ്റൻഷൻ ഓഫ് ദി അക്യൂസ്ഡ് ഇൻ കസ്റ്റഡി വെക്കണമെന്നുണ്ടെങ്കിൽ അത് 90 ഡേയ്സിൽ കൂടാൻ പാടില്ല. അതായത് നിങ്ങളിപ്പോൾ ഒരു മർഡർ ചെയ്ത ഒരാളിനെ നിങ്ങൾ 90 ഡേയ്സിനേക്കാൾ ഒരു 180 ഡേയ്സ് കസ്റ്റഡി വെച്ചിട്ടുണ്ടെങ്കിൽ അത് ഇല്ലീഗൽ ഡിറ്റൻഷൻ ആവും. ഓക്കെ, അല്ലെങ്കിൽ അത് അയാൾക്ക് ബെയിലിന് അർഹപ്പെട്ട ഒരാളാണ്, ജാമ്യം ലഭിക്കാൻ അർഹതയുള്ള ഒരാളാണ്. അപ്പം 90 ഡേയ്സ് വരെ എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, ഒരാളെ കസ്റ്റഡി വെക്കാൻ സാധിക്കുകയുള്ളൂ. എന്തിന്? ഡെത്ത്, ലൈഫ് ഇംപ്രിസൺമെൻറ്റ്, 10 വർഷത്തിൽ കുറയാതെയുള്ള ശിക്ഷ ലഭിക്കുന്ന എല്ലാ ഒഫൻസസും 90 ഡേയ്സും, അതുപോലെ തന്നെ 10 വർഷം വരെ ഉള്ള ശിക്ഷയ്ക്ക് 60 ഡേയ്സും വരെ മാത്രമേ ഒരു അക്യൂസിനെ കസ്റ്റഡി വെക്കാൻ സാധിക്കുകയുള്ളൂ. ഓക്കെ, ഇങ്ങനെ 90 ഡേയ്സോ 60 ഡേയ്സോ ഈ പറഞ്ഞ 60-90 ദിവസം കഴിയുകയാണെങ്കിൽ അക്യൂസ്ഡിനെ ബെയിലിലേക്ക് വിടണം. ഓക്കെ, ബെയിലിലേക്ക് വിടണം എന്നുള്ളതാണ് റൂൾ. അവിടെയാണ് ബെയിൽ ബിക്കംസ് അബ്സല്യൂട്ട് റൂൾ. ബെയിൽ അവിടെ റൂളായി മാറുകയാണ്. കാരണം അവിടെ കൊടുക്കാതിരിക്കാൻ പറ്റില്ല, അത് അവൻ്റെ റൈറ്റായിട്ട് മാറുകയാണ്. ബെയിൽ ബിക്കംസ് റൈറ്റ്. സ്റ്റാറ്റ്യൂട്ടറി പീരീഡായ 90 ദിവസവും 60 ദിവസവും കഴിഞ്ഞു കഴിഞ്ഞാൽ അയാളുടെ റൈറ്റായിട്ട് മാറും ബെയിൽ. അതായത് അയാൾ കോടതിയിൽ ആവശ്യപ്പെടണം, എന്നെ ജാമ്യത്തിൽ വിടണം, എന്നെ 90 ദിവസം കഴിഞ്ഞു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കോടതിക്ക് വിടാം. ഈവൻ ഒരു ആപ്ലിക്കേഷൻ്റെ ആവശ്യം പോലും ഇല്ലെന്നാണ് ഈ കഴിഞ്ഞൊരു സുപ്രീം കോടതി ജഡ്ജ്മെൻറ്റ് പറഞ്ഞത്. ഓക്കെ, അപ്പം ബെയിൽ കൊടുക്കാൻ ബെയിലിന് സാധ്യതയുള്ളത് 60 ഡേയ്സും 90 ഡേയ്സും. ആ 90 ഡേയ്സും 60 ഡേയ്സും ഓർത്ത് വെച്ചിരിക്കുക. സെക്ഷൻ 167 ക്ലോസ് 2 ഈ ഒരു സംഭവം പറയുന്നത്. ഓക്കെ, 90 ഡേയ്സും 60 ഡേയ്സും. ഓക്കെ, ഇനി നമ്മൾ അതിൻ്റെ കുറച്ചുകൂടി ഇതിലേക്ക് പറയാണ്, കുറച്ചുകൂടി ഡീറ്റെയിൽ ആയിട്ട് ആ സെക്ഷൻ പറയുന്നത് പറഞ്ഞാൽ, ഒരു മജിസ്ട്രേറ്റും ഡിറ്റൻഷൻ കൊടുക്കാൻ പറ്റില്ല. എന്തിന്? പോലീസ് കസ്റ്റഡിയിലേക്ക് കൊടുക്കാൻ പറ്റില്ല അൺലെസ് അക്യൂസ്ഡ് ഓരോ തവണ പ്രൊഡ്യൂസ് ചെയ്യണം, റിമാൻഡിൻ്റെ സമയത്ത് പ്രൊഡ്യൂസ് ചെയ്യണം. അറ്റ്ലീസ്റ്റ് ഇലക്ട്രോ വീഡിയോ ലിങ്കേജ് വഴി, സൂം മീറ്റിംഗ് വഴിയെങ്കിലും, നമ്മൾ പറയില്ലേ ഗൂഗിൾ മീറ്റ് വഴിയെങ്കിലും പുള്ളീനെ കാണിച്ചാൽ മാത്രമേ ഡിറ്റൻഷൻ കൊടുക്കാൻ സാധിക്കുകയുള്ളൂ. അതുപോലെ തന്നെ സെക്കൻഡ് ക്ലാസ് മജിസ്ട്രേറ്റ്, ജുഡീഷ്യൽ ഫസ്റ്റ് ക്ലാസ് മജിസ്ട്രേറ്റ് മാത്രമേ കേരളത്തിലുള്ളൂ. വേറെ സ്റ്റേറ്റ്സിലൊക്കെ ജുഡീഷ്യൽ മജിസ്ട്രേറ്റ് ഓഫ് സെക്കൻഡ് ക്ലാസ് ഉണ്ട്. അപ്പോൾ ഈ സെക്കൻഡ് ക്ലാസ് ഉള്ള മജിസ്ട്രേറ്റിന് ബെയിൽ കൊടുക്കാൻ സാധിക്കുകയില്ല, അല്ലെങ്കിൽ ഹൈക്കോടതി നിർദ്ദേശിക്കണം നിങ്ങൾക്ക് ബെയിൽ കൊടുക്കാൻ പറ്റുന്നത്. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ ഓർത്ത് വെക്കുക. ഇതിന് ഞാൻ കുറച്ചുകൂടി വൃത്തിക്ക് ഞാനൊരു ടേബിളൊക്കെ വെച്ച് പറഞ്ഞു തരും. അപ്പോൾ എനിവേ ഇത് ഇത്ര ശ്രദ്ധിക്കുക. ഇനി കസ്റ്റഡിയിലായിരിക്കും ഒരു മനുഷ്യൻ, ബെയിൽ കിട്ടുന്നത് വരെ ഒരാൾ കസ്റ്റഡി തന്നെ ആയിരിക്കും എന്നുള്ളതാണ് ആദ്യത്തെ എക്സ്പ്ലനേഷൻ. എക്സ്പ്ലനേഷൻ 2 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, a question is whether an accused person was produced before the magistrate as required under clause B. The production of the accused may be proved by his signature. അതായത് ഡിറ്റൻഷൻ അതറൈസിങ് ഡിറ്റൻഷനോ അല്ലെങ്കിൽ മജിസ്ട്രേറ്റ് സർട്ടിഫൈ ചെയ്യുന്ന ഓർഡറിലോ ഈ അക്യൂസ്ഡ് സൈൻ ചെയ്തിരുന്നാൽ മതി. പുള്ളി ഞാൻ പറഞ്ഞ റിമാൻഡിൻ്റെ സമയത്തൊക്കെ അപ്പിയർ ചെയ്തെന്നുള്ളതിന് തെളിവായിക്കോളും. അതുപോലെ തന്നെ 18 വയസ്സിൽ താഴെയുള്ള കുട്ടിയോ, അതുപോലെ തന്നെ
ഡിറ്റൻഷൻ എന്ന് പറയുന്നത് എപ്പോഴും റിമാൻഡ് ഹോം അല്ലെങ്കിൽ റെക്കഗ്നൈസ്ഡ് സോഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷനിൽ തന്നെ ആയിരിക്കണം, 18 വയസ്സിൽ താഴെയുള്ള പെൺകുട്ടിയാണെന്നുണ്ടെങ്കിൽ. ഓക്കെ, അടുത്തത് ഇനി നിങ്ങളിപ്പോൾ ഒരു വ്യക്തിനെ അറസ്റ്റ് ചെയ്ത സമയത്ത് ആ സൈനിൽ നിയറസ്റ്റ് ആയിട്ടൊരു ജുഡീഷ്യൽ മജിസ്ട്രേറ്റ് ഒന്നുമില്ല. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഏറ്റവും അടുത്തുള്ള നിയറസ്റ്റ് എക്സിക്യൂട്ടീവ് മജിസ്ട്രേറ്റിൻ്റെ അടുത്ത് കൊണ്ടുപോകാം. പുള്ളിക്കാരന് ഇതേപോലെ ഡിറ്റൻഷൻ ഓതറൈസ് ചെയ്യാം, പക്ഷേ അത് 7 ദിവസം വരെ കൊടുക്കാൻ പറ്റുള്ളൂ. ഓക്കെ, അപ്പോൾ ഈ 7 ദിവസം വരെ മാത്രമേ എക്സിക്യൂട്ടീവ് മജിസ്ട്രേറ്റിന് ഡിറ്റൻഷൻ കൊടുക്കാൻ സാധിക്കുകയുള്ളൂ. അപ്പോൾ നിങ്ങൾ ചോദിക്കുകയാണ്, അപ്പോൾ എക്സിക്യൂട്ടീവ് മജിസ്ട്രേറ്റിൻ്റെ അടുത്ത് 7 സാധാരണ നമ്മുടെ അടുത്തുള്ള നിയറസ്റ്റ് ജുഡീഷ്യൽ ഫസ്റ്റ് ക്ലാസ് മജിസ്ട്രേറ്റിൻ്റെ അടുത്ത് 15 ഉണ്ടല്ലോ, അങ്ങനെ ആകുമ്പോൾ 7 + 15 22 ഉണ്ടല്ലോ എന്ന് ചോദിക്കും. പക്ഷേ അങ്ങനെ വരില്ല. ഈ എക്സിക്യൂട്ടീവ് മജിസ്ട്രേറ്റിന് കൊടുക്കുന്ന 7 ദിവസവും നമ്മൾ ഈ ജുഡീഷ്യൽ ഫസ്റ്റ് ക്ലാസ് മജിസ്ട്രേറ്റ് കൊടുക്കുന്ന 15 ദിവസത്തിനകത്ത് ഇൻക്ലൂഡ് ആവും. ഓക്കെ, അപ്പോൾ ആദ്യം നിങ്ങൾ എക്സിക്യൂട്ടീവ് മജിസ്ട്രേറ്റിൻ്റെ അടുത്ത് കൊണ്ടുപോയിട്ട് 7 ദിവസം വാങ്ങിയെന്ന് വിചാരിക്കുക. പിന്നെ വീണ്ടും നിങ്ങൾ ജുഡീഷ്യൽ ഫസ്റ്റ് ക്ലാസ് മജിസ്ട്രേറ്റിലേക്ക് കൊണ്ടുപോവുകയാണെങ്കിൽ പുള്ളിക്കാരന് 15-ൽ നിന്ന് 7 കുറച്ച് 8 ദിവസം കൂടി മാത്രമേ നിങ്ങൾക്ക് കസ്റ്റഡി വെച്ച് തരാൻ പറ്റുള്ളൂ. അതാണ് ഈ 15 ഡേയ്സ്. ഓക്കെ, അപ്പം ഇതാണ് ഓർത്ത് വയ്ക്കാനുള്ളത്. എക്സിക്യൂട്ടീവ് മജിസ്ട്രേറ്റിന് 7 ദിവസം വരെ കൊടുക്കാൻ പറ്റും. ഈ കൊടുക്കുന്ന ദിവസം നമ്മൾ 15 ദിവസത്തിൽ ഇൻക്ലൂഡഡ് ആണ്. ഓക്കെ, ഇത്രയേ ഉള്ളൂ, സിമ്പിൾ കാര്യങ്ങൾ. അടുത്തത് പിന്നെ 7 ദിവസം വരെ പറഞ്ഞിട്ടുണ്ടെങ്കിലും എക്സിക്യൂട്ടീവ് മജിസ്ട്രേറ്റിന് 7 ദിവസത്തിന് മുന്നേ തന്നെ ഈ പുള്ളിനെ നേരെ ജുഡീഷ്യൽ ഫസ്റ്റ് ക്ലാസ് മജിസ്ട്രേറ്റിൻ്റെ അടുത്ത് വിടാം, ജുഡീഷ്യൽ മജിസ്ട്രേറ്റ് വിടാം, അതിൻ്റെ എൻട്രി എല്ലാം കൊടുത്തിട്ട് എന്നിട്ട് പുള്ളിക്ക് ആവശ്യ രീതിക്ക് ചെയ്യാം. എന്തൊക്കെ ചെയ്താൽ തന്നെ മജിസ്ട്രേറ്റ് ഇങ്ങനെ ഒരു ഡിറ്റൻഷൻ ഓതറൈസ് ചെയ്യുകയാണെങ്കിൽ പുള്ളിക്കാരൻ നിർബന്ധമായിട്ടും അയാൾ എന്തുകൊണ്ട് റിമാൻഡിന് വിട്ടു എന്നുള്ള റീസൺ റെക്കോർഡ് ചെയ്യണം. അതുപോലെ തന്നെ CJM ഒഴികെയുള്ള ഏത് മജിസ്ട്രേറ്റും ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ, ഇങ്ങനെ റിമാൻഡ് ചെയ്യുകയാണെങ്കിൽ ആ റിമാൻഡ് ഓർഡറിൻ്റെ കോപ്പി റീസണും വെച്ച് CJMന് അയക്കണം. അതുപോലെ തന്നെ മജിസ്ട്രേറ്റ് സമ്മൻസ് കേസായിട്ട് ട്രൈ ചെയ്യുന്ന ഒഫൻസസ് ഒക്കെ ആണെന്നുണ്ടെങ്കിൽ ഇൻവെസ്റ്റിഗേഷൻ 6 മാസത്തിനുള്ളിൽ കൺക്ലൂഡ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ, അക്യൂസ് അറസ്റ്റ് ചെയ്ത് 6 മാസത്തിനുള്ളിൽ കൺക്ലൂഡ് ചെയ്തില്ല എന്നുണ്ടെങ്കിൽ ഇയാളെ വെറുതെ വിടാനുള്ള അധികാരവും ഇതിൽ പറയുന്നുണ്ട്. ഓക്കെ, അപ്പോൾ അത്രയുമാണ് ഈ സംഭവത്തിൽ പറയുന്നുണ്ട്. ഓക്കെ, പിന്നെ ഇപ്പോൾ ഫെർദർ ഇൻവെസ്റ്റിഗേഷൻ സ്റ്റോപ്പ് ചെയ്തൊരു ഓർഡർ വരികയാണ്. ഓക്കെ, അപ്പോൾ സെഷൻസ് ജഡ്ജിൽ വരികയാണെങ്കിൽ അയാൾക്ക് സാറ്റിസ്ഫൈ ചെയ്തു ഫെർദർ ഇൻവെസ്റ്റിഗേഷൻ ആവശ്യമാണെന്നുണ്ടെങ്കിൽ ഈ പറഞ്ഞിരിക്കുന്ന കാര്യം മാറ്റിയിട്ട് ഫെർദർ ഇൻവെസ്റ്റിഗേഷൻ അയാൾക്ക് ഡയറക്റ്റ് ചെയ്യാം. ഓക്കെ, ഇനി റിമാൻഡ് പോലീസ് കസ്റ്റഡിയും ജയിൽ കസ്റ്റഡിയുമാണ്. നിങ്ങൾക്ക് എപ്പോഴും ഡൗട്ടുള്ള ഒരു കാര്യമായിരിക്കും. അപ്പോൾ ഈ പോലീസ് കസ്റ്റഡി എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഈ പോലീസിൽ ലോക്കപ്പിലൊക്കെ വയ്ക്കുന്ന സംഭവമാണ്. അത് ആക്ച്വലി ഒരാളെ അറസ്റ്റ് ചെയ്ത് 24 മണിക്കൂർ വരെ വേണമെങ്കിൽ പോലീസ് കസ്റ്റഡി വയ്ക്കാം. പിന്നെ വെക്കണം എന്നുണ്ടെങ്കിൽ മജിസ്ട്രേറ്റിന് ജുറിസ്ഡിക്ഷൻ ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും മജിസ്ട്രേറ്റിനാണ് റിമാൻഡിന് ഓർഡർ പറ്റുന്നത്. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ മജിസ്ട്രേറ്റ് ഹു ഹാസ് ജുറിസ്ഡിക്ഷൻ മേ ഓതറൈസ് ഡിറ്റൻഷൻ ഫോർ അക്യൂസ് ബിയോണ്ട് 50 days ഇൻ ജയിൽ കസ്റ്റഡി ഫോർ എ മാക്സിമം പീരീഡ് ഓഫ് 60 days ഫ്രം ദി ഡേറ്റ് ഓഫ് അറസ്റ്റ്. ഞാൻ നേരത്തെ പറഞ്ഞ ഡേറ്റ് ജയിൽ കസ്റ്റഡിയിലേക്ക് 60 ദിവസം വരെ വെക്കാം. അതുപോലെ 90 ദിവസം 60 ദിവസം അതനുസരിച്ച് മാറിക്കോളും. 90 ദിവസം ഉദ്ദേശിക്കുന്നത് നമ്മൾ ഡെത്തോ ലൈഫ് ഇംപ്രിസൺമെൻറ്റോ 10 വർഷത്തിൽ കുറയാതെയുള്ള ശിക്ഷകൾക്കാണ് 60 ദിവസം, 90 days. അതായത് 10 years ലെസ് ആയിട്ടുള്ള ശിക്ഷ കിട്ടുന്ന എല്ലാത്തും 60 ദിവസത്തിനകത്ത് വരും. അപ്പം ഈ പീരീഡിന് ശേഷം അക്യൂസ്ഡിന് ബെയിൽ കിട്ടേണ്ടതാണ്. പോലീസ് കസ്റ്റഡി എന്ന് പറയുന്നത് ആദ്യത്തെ 15 days ആണ് കേട്ടോ. ആദ്യത്തെ 15 days ആയിരുന്നു നമ്മുടെ ഈ പഴയ CRPCയിൽ പറഞ്ഞത്. പുതിയ BNSSൽ ആ 15 ദിവസം എന്ന് പറയുന്നത് 15 ദിവസം എന്ന് പറയുന്നത് ആക്ച്വലി അതിനെ സ്പ്ലിറ്റ് ചെയ്ത് ആദ്യത്തെ 15 ദിവസമൊന്നുമില്ല, സ്പ്ലിറ്റ് ചെയ്ത് ആദ്യത്തെ 40-60 ദിവസം ആക്കിയിട്ടുണ്ട്. അത് ഞാൻ ചെറിയൊരു ക്ലാസ് ചെയ്യാൻ ചോദിക്കത്തില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം നിങ്ങൾക്കെല്ലാം CRPC ചോദിക്കുള്ളൂ എന്നുള്ള ഇതൊരു നോട്ടിഫിക്കേഷൻ വന്നു എന്നാണ് ഞാൻ അറിഞ്ഞത്. അപ്പം പഴയ ആക്ട് മാത്രം പഠിച്ചാൽ മതിയാവും. ഓക്കെ, കൺഫ്യൂഷൻ ആവണ്ട. അപ്പം ഇതിൽ നിങ്ങൾ ശ്രദ്ധിക്കാനുള്ള 15 days ആദ്യത്തെ 15 days ആണ്. നിങ്ങൾ അറസ്റ്റ് ചെയ്തിട്ട് ഉള്ള ആദ്യത്തെ 15 daysനുള്ളിൽ വേണം നിങ്ങൾ ഈ പഴയ CRPC അനുസരിച്ച് നിങ്ങൾ എന്ത് ചെയ്യേണ്ടത്, റിമാൻഡിന് വാങ്ങേണ്ടത്. ജയിൽ കസ്റ്റഡി എന്ന് പറയുന്നത് നമ്മൾ ഇൻവെസ്റ്റിഗേഷൻ കംപ്ലീറ്റ് ചെയ്ത് പോലീസ് റിപ്പോർട്ടൊക്കെ സബ്മിറ്റ് ചെയ്തു, എന്നിട്ട് മജിസ്ട്രേറ്റ് ആ കേസിൽ കോഗ്നിസൻസ് എടുക്കും. ആ സമയത്ത് അക്യൂസ് കസ്റ്റഡിയിലാണെങ്കിൽ ജയിൽ സൂപ്രണ്ടിലേക്ക് വാറണ്ട് അയച്ചിട്ട് ജയിൽ കസ്റ്റഡിയിലേക്ക് അയച്ചിട്ട് 15 ദിവസം അറ്റ് എ ടൈം വെച്ചിട്ട് എക്സ്റ്റെൻഡ് ചെയ്ത് റിമാൻഡ് കൊടുക്കും. സുപ്രീം കോടതി പറഞ്ഞത് എൻക്വയറിയോ ട്രയലോ
ബിഗിൻ ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ ഒരാളെ കസ്റ്റഡിയിൽ വെക്കുന്നത് അക്യൂസ്ഡ് പോലീസ് ഇൻഫ്ലുവൻസിൽ വെക്കുമെന്ന് പറയാൻ പറ്റില്ല. കാരണം പോലീസ് ഇൻഫ്ലുവൻസിലാണെന്ന് പറയാൻ പറ്റില്ല. അതുകൊണ്ട് തന്നെ അതിനെ പോലീസ് അണ്ടർ ട്രയൽ പ്രിസണറായിട്ട് കൺസിഡർ ചെയ്യാൻ പറ്റുള്ളൂ എന്ന് സുപ്രീം കോടതി പറഞ്ഞു. അതായത് ഈ ട്രയൽ നടക്കുന്ന സമയത്ത് ഉണ്ടാവുന്ന, അതായത് നമ്മൾ ഇപ്പോൾ പറയാം ചാർജ് ഷീറ്റ് ഫയൽ ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ അക്യൂസിന് അവർ റോളില്ല, പുള്ളി എവിഡൻസ് ടാമ്പർ ചെയ്യോ അതൊന്നും ഒരു റോള് വരുന്നില്ല. അപ്പം അങ്ങനെ വരുന്ന സ്ഥിതിക്ക് പുള്ളീനെ നമ്മളൊരു അണ്ടർ ട്രയൽ പ്രിസണറായിട്ട് കൺസിഡർ ചെയ്യണമെന്ന് സുപ്രീം കോടതി പറഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ ജയിൽ കസ്റ്റഡി എന്ന് പറയുന്നത് കോടതി നമ്മുടെ സബ് ജയിൽ പോലത്തെ ജയിൽസിൽ വെക്കുന്നതിനാണ്. ഓക്കെ, ഇനി പോലീസ് എന്ന 167 നമ്മൾ സ്പ്ലിറ്റ് ചെയ്ത് ഞാൻ പറഞ്ഞില്ല, ഒന്നുകൂടെ വൃത്തിക്ക് പറഞ്ഞുതരാമെന്ന്. 167 ക്ലോസ് 1 പറയുന്നത് പോലീസിൽ ഇൻവെസ്റ്റിഗേഷൻ 24 മണിക്കൂറിനുള്ളിൽ ഇൻവെസ്റ്റിഗേഷൻ കംപ്ലീറ്റ് ചെയ്യാൻ പറ്റിയില്ല എന്നുണ്ടെങ്കിൽ ഫർദർ കസ്റ്റഡി ആവശ്യമാണെന്നുണ്ടെങ്കിൽ മജിസ്ട്രേറ്റിനെ കണ്ടിട്ട് എക്സ്റ്റൻഷൻ വാങ്ങാം. അത് ജുഡീഷ്യൽ മജിസ്ട്രേറ്റ് എന്തൊക്കെ ചെയ്യണം എന്നാണ് സബ് ക്ലോസ് 2 പറയുന്നത്. സബ് ക്ലോസ് 2 ക്യാപിറ്റൽ എ പറയുന്നത് എക്സ്ട്രാ ഓർഡിനറി സിറ്റുവേഷനിൽ എക്സിക്യൂട്ടീവ് മജിസ്ട്രേറ്റ് എങ്ങനെ എക്സൈഡ് ചെയ്യാം എന്നാണ്. പിന്നെ 167 ക്ലോസ് 3 പറയുന്നത് മജിസ്ട്രേറ്റിൻ്റെ ഡ്യൂട്ടിയാണ് എന്തൊക്കെയാണ് ഡിറ്റൻഷന് കൊടുത്തതിൻ്റെ റീസൺസ് എഴുതണമെന്നുള്ളത്. അതുപോലെ അത് CJM ഫോർവേഡ് ചെയ്യണം എന്നുള്ളത് 167 ക്ലോസ് 4 പറയുന്നു. 167 ക്ലോസ് 5 പറയുന്നത് മജിസ്ട്രേറ്റിന് ട്രൈ ചെയ്യാവുന്ന സമൻസ് കേസാണ്. 6 മാസത്തിനുള്ളിൽ ഇത് ഇൻവെസ്റ്റിഗേഷൻ നടത്താൻ പറ്റില്ല അല്ലെങ്കിൽ ഇൻവെസ്റ്റിഗേഷൻ കംപ്ലീറ്റ് ആയില്ല എന്നുണ്ടെങ്കിൽ ഹി ക്യാൻ സ്റ്റോപ്പ് ദി ഇൻവെസ്റ്റിഗേഷൻ. 167 ക്ലോസ് 6 എന്ന് പറയുന്നത് സെഷൻസ് ജഡ്ജിൻ്റെ പവറാണ്. നമ്മുടെ ഈ പറഞ്ഞ ഓർഡർ ഉണ്ടല്ലോ, അതായത് മജിസ്ട്രേറ്റ് നിർത്താൻ പറഞ്ഞ ഓർഡറിനെ വെക്കേറ്റ് ചെയ്തിട്ട് ഫർദർ ഇൻവെസ്റ്റിഗേഷൻ സെഷൻസ് ജഡ്ജിന് ഓർഡർ ചെയ്യാവുന്നതാണ് 167 ക്ലോസ് 6. ഓക്കെ, ഇനി 167 ക്ലോസ് 2 ക്യാപിറ്റൽ 2 2 പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ സാധാരണ മജിസ്ട്രേറ്റ്സിന് പറ്റുന്നത് 7 days ആണ്. 2A പറയുന്നത് എക്സിക്യൂട്ടീവ് മജിസ്ട്രേറ്റിനാണ്. അപ്പോൾ എക്സിക്യൂട്ടീവ് മജിസ്ട്രേറ്റിന് എല്ലാ എക്സിക്യൂട്ടീവ് മജിസ്ട്രേറ്റും അല്ല, അതായത് ജുഡീഷ്യൽ മജിസ്ട്രേറ്റ് അല്ലെങ്കിൽ മെട്രോപൊളിറ്റൻ മജിസ്ട്രേറ്റിൻ്റെ പവർ കൺഫർ ചെയ്ത് കിട്ടിയിരിക്കുന്ന എക്സിക്യൂട്ടീവ് മജിസ്ട്രേറ്റിന് മാത്രമേ ഇത് ചെയ്യാൻ സാധിക്കുകയുള്ളൂ. 7 ദിവസമാണ്. 7 ദിവസം പോലീസ് കസ്റ്റഡിയിലോ ജുഡീഷ്യൽ കസ്റ്റഡിയിലോ വെക്കാം. അതുപോലെ ജുഡീഷ്യൽ മജിസ്ട്രേറ്റിന് സെക്ഷൻ 167 ക്ലോസ് 2 പ്രകാരം 15 days ആണ് പോലീസ് കസ്റ്റഡിയിലോ പോലീസ് റിമാൻഡിലോ അല്ലെങ്കിൽ ജുഡീഷ്യൽ കസ്റ്റഡിയിലോ അല്ലെങ്കിൽ വൈസ് വേഴ്സയോ ചെയ്യാവുന്നതാണ്. അപ്പോൾ ഞാനീ പറഞ്ഞ ആദ്യം ഇനീഷ്യൽ 15 days മാത്രമേ പോലീസ് കസ്റ്റഡിക്ക് അവർക്ക് കിട്ടുകയുള്ളൂ. ജുഡീഷ്യൽ കസ്റ്റഡിക്ക് എപ്പോൾ വേണോ വെക്കാം, മനസ്സിലായില്ലേ? അതുകൊണ്ട് ഞാൻ എടുത്ത് പറയാത്തതാണ്. പോലീസ് കസ്റ്റഡിയിലും ജുഡീഷ്യൽ കസ്റ്റഡിയിലും ആദ്യത്തെ ഇനീഷ്യൽ 15 days കിട്ടും. എക്സിക്യൂട്ടീവ് മജിസ്ട്രേറ്റിന് 7 days മാത്രമേ കൊടുക്കാൻ പറ്റുള്ളൂ. ഇനി ജുഡീഷ്യൽ മജിസ്ട്രേറ്റ് നമ്മളെ 90 days കാര്യം പറയുകയാണെങ്കിൽ ഈ 90 days 90 - 15 75 days ആയിരിക്കും പുള്ളി കൊടുക്കാൻ പറ്റുന്നത്. ഓൾറെഡി പോലീസ് കസ്റ്റഡിയിലാണെങ്കിൽ 60 - 15 days 45 days മാത്രമേ ജുഡീഷ്യൽ കസ്റ്റഡി വെക്കാൻ സാധിക്കുകയുള്ളൂ. ബിക്കോസ് ദർ ഇസ് എൻ ഇൻവെസ്റ്റിഗേഷൻ റിലേറ്റഡ് ടു എനി അതർ ഒഫൻസ് ഉണ്ടെങ്കിൽ അതർ ദാൻ ഡെത്ത്, ലൈഫ് ഇംപ്രിസൺമെൻറ്റ് നോട്ട് ലെസ് ദാൻ 10 years. ഓക്കെ, അപ്പോൾ ഇത്രയും ആണ് ഇതിൽ ഓർത്ത് വെക്കേണ്ട കാര്യങ്ങൾ. ഇനി 167 കുറച്ചുകൂടി വിശദീകരിച്ച് പറയാം. ഇത്രയും കാര്യം നിങ്ങൾക്ക് പറഞ്ഞപ്പോൾ ഒരു കാര്യം മനസ്സിലായിട്ടുണ്ട്. ഒരു മനുഷ്യനെ നിങ്ങൾക്ക് 24 മണിക്കൂർ കൂടുതൽ സ്റ്റേഷനിൽ വെക്കാൻ പറ്റില്ല. അങ്ങനെ വെക്കുകയാണെങ്കിൽ അത് ഇല്ലീഗൽ ഡിറ്റൻഷനിലേക്ക് വരും, ഫണ്ടമെൻ്റൽ റൈറ്റ് വയലേഷനിലേക്കാവും, അല്ലേ? ഹേബിയസ് കോർപ്പസ് ഫയൽ ചെയ്യേണ്ടി വരും. ഇനി ഈ 167 പ്രകാരം ഒരു മനുഷ്യനെ ജാമ്യം അവസ്ഥയാണ്, അല്ലേ? അതായത് 90 days കഴിഞ്ഞോ അല്ലെങ്കിൽ 60 days കഴിഞ്ഞോ അതത് ഒഫൻസസിന് 60 days or 90 days കഴിഞ്ഞിട്ട് അയാൾക്ക് സ്റ്റാറ്റ്യൂട്ടറി, അതായത് ഈ നിയമം തന്നെ പറയുന്നുണ്ട് അയാൾക്ക് ജാമ്യം കിട്ടുമെന്ന്. അതാണ് സ്റ്റാറ്റ്യൂട്ടറി ബെയിൽ അല്ലെങ്കിൽ ഡീഫോൾട്ട് ബെയിൽ അല്ലെങ്കിൽ മാൻഡേറ്ററി ബെയിൽ. ഈ 3 പേരുകളും ഒരൊറ്റ സാധനത്തിനാണ് സൂചിപ്പിക്കുന്നത്. 167 പ്രകാരം കിട്ടുന്ന ജാമ്യത്തെ ഡീഫോൾട്ട് ബെയിൽ, സ്റ്റാറ്റ്യൂട്ടറി ബെയിൽ, മാൻഡേറ്ററി ബെയിൽ. അപ്പോൾ ഈ ബെയിൽ എന്ന് പറയുന്നത് നിങ്ങൾ ഇൻവെസ്റ്റിഗേഷൻ അതോറിറ്റി മര്യാദയ്ക്ക് ഇൻവെസ്റ്റിഗേഷൻ ചെയ്യാത്തതിൻ്റെ ഫലമായിട്ട് ബൈ ഡീഫോൾട്ട് അക്യൂസ്ഡിന് കിട്ടുന്ന ഒരു പ്രിവിലേജാണ്. അതായത് നിങ്ങൾ ഈ 60 ദിവസത്തിനകത്തുള്ളിൽ അല്ലെങ്കിൽ 90 daysനുള്ളിൽ നിങ്ങൾ കേസ് കറക്റ്റായിട്ട് ഇൻവെസ്റ്റിഗേറ്റ് ചെയ്ത് ചാർജ് ഷീറ്റ് ഫയൽ ചെയ്യാത്തത് കൊണ്ട് കിട്ടുന്ന അക്യൂസ്ഡിന് കിട്ടുന്ന ഒരു പരിഗണന അല്ലെങ്കിൽ ഒരു പ്രിവിലേജ്, ഒരു റൈറ്റാണ് ബെയിൽ. അതാണ് ഈ ഡീഫോൾട്ട് ബെയിൽ അല്ലെങ്കിൽ സ്റ്റാറ്റ്യൂട്ടറി ബെയിൽ അല്ലെങ്കിൽ മാൻഡേറ്ററി ബെയിൽ എന്ന് പറയുന്നത്. അതായത് ഞാൻ ഉദാഹരണം പറയാം. ഒരു മനുഷ്യൻ ഒരാളെ കൊന്നു. അപ്പോൾ നിങ്ങളത് അയാളെ
പിടിച്ചതിന് ശേഷം നിങ്ങൾ അയാൾക്ക് ഇൻവെസ്റ്റിഗേഷൻ വേണ്ടി റിമാൻഡിലൊക്കെ വെച്ചു നിങ്ങൾ ഇൻവെസ്റ്റിഗേഷൻ നടത്തിക്കൊണ്ടിരുന്നു. പക്ഷേ ഒരു ചുക്കും ചുണ്ണാമ്പും കിട്ടുന്നില്ല, നിങ്ങൾക്ക് ചാർജ് ഷീറ്റ് ഫയൽ ചെയ്യാൻ സാധിക്കുന്നില്ല. അപ്പോൾ ഈ ചാർജ് ഷീറ്റ് ഫയൽ ചെയ്യാൻ സാധിക്കാത്ത പക്ഷം, ഇൻവെസ്റ്റിഗേഷൻ കംപ്ലീറ്റ് ചെയ്യാത്ത പക്ഷം എന്ത് സംഭവിക്കുന്നു? അക്യൂസ്ഡിന് ബെയിൽ കിട്ടുന്നു. അതാണ് ഇതിൻ്റെ ഒരു മെയിൻ സംഭവം, മെയിൻ ഇൻഗ്രീഡിയൻ്റ് അതാണ്. അതായത് പോലീസ് റിപ്പോർട്ട് ഫയൽ ചെയ്യുന്നില്ല, അതുകൊണ്ട് അയാൾക്ക് ബെയിൽ കിട്ടും. 173 അനുസരിച്ചിട്ടുള്ള പോലീസ് റിപ്പോർട്ടാണ്, ചാർജ് ഷീറ്റാണ് ഫയൽ ചെയ്യേണ്ടത്, അല്ലാതെ FIR അല്ല. FIR പോരാ, നിങ്ങൾ ചാർജ് ഷീറ്റ് ഫയൽ ചെയ്യണം. ചാർജ് ഷീറ്റിൽ എന്തൊക്കെ ഇൻക്ലൂഡ് ആവുമെന്നൊക്കെ ഞാൻ അടുത്ത ക്ലാസ്സിൽ പറഞ്ഞുതരാം. അപ്പോൾ ചാർജ് ഷീറ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ ഇൻവെസ്റ്റിഗേഷൻ ചെയ്ത് അവസാനം നിങ്ങൾ കണ്ടെത്തി ഇയാളാണ് കുറ്റക്കാരൻ വിത്ത് എവിഡൻസസ്. അപ്പോൾ ആ സാധനത്തെയാണ് ഈ ചാർജ് ഷീറ്റ് എന്ന് പറയുന്നത്. 173 ക്ലോസ് 2 അനുസരിച്ചാണ് അത് ഫയൽ ചെയ്യുന്നത്. അതിൽ രാകേഷ് കുമാർ പോൾ വേഴ്സസ് സ്റ്റേറ്റ് ഓഫ് ആസാമിൽ സുപ്രീം കോടതി ഒബ്സർവ് ചെയ്തിട്ടുണ്ട്. അതായത് സിഗ്നിഫിക്കൻസ് ഓഫ് ദി പീരീഡ് ഓഫ് 60 days or 90 days as the case may be is that if the investigation is not completed within that period, then the accused is entitled to default bail. If no charge sheet or challan is filed on the 60th or 90th day, the accused applies for the default and is prepared to and does furnish bail for the release. അതായത് നിങ്ങൾ ചാർജ് ഷീറ്റ് കൃത്യമായിട്ട് ടൈം ലിമിറ്റിനുള്ളിൽ ഫയൽ ചെയ്യാത്തത് കൊണ്ട് അക്യൂസ്ഡിന് ജാമ്യം കിട്ടുന്നു എന്നുള്ളതാണ്, അയാൾക്ക് കിട്ടുന്ന ഒരു എൻടൈറ്റിൽമെൻ്റാണ്, അവകാശമാണ് സ്റ്റാറ്റ്യൂട്ടറി ബെയിൽ. ഓക്കെ, അപ്പം ഇത് ഉദാഹരണത്തിന് നിങ്ങൾ വിചാരിക്കണം, ഓക്കെ അത്രയ്ക്ക് അവൻ ചെയ്യണ്ട, 91st ഡേയിൽ അല്ലെ 90th ഡേയിൽ ഞാൻ കൊണ്ട് ഫയൽ ചെയ്യാം. ഓക്കെ, അങ്ങനെയാണെന്നുണ്ടെങ്കിൽ പോലും, അതായത് 90th ഡേയിൽ ഫയൽ ചെയ്താൽ കുഴപ്പമില്ല, പക്ഷെ 91st ഡേയിലാവാൻ പാടില്ല. ഓക്കെ, അതായത് നിങ്ങളിപ്പോൾ ഒരാളെ അറസ്റ്റ് ചെയ്തിട്ട് ഇൻവെസ്റ്റിഗേഷൻ കംപ്ലീറ്റ് ഒക്കെ ചെയ്തു, പക്ഷേ ചാർജ് ഷീറ്റ് പിന്നെ ഫയൽ ചെയ്യാമെന്നും പറഞ്ഞിരിക്കരുത്. ചാർജ് ഷീറ്റ് കൃത്യമായിട്ട് ഫയൽ ചെയ്യുക. ചാർജ് ഷീറ്റ് ഫയൽ ചെയ്തില്ലെങ്കിൽ അതിൻ്റെ ബെനിഫിറ്റും കൂടെ ആർക്ക് പോവും? അക്യൂസിന് പോവും. അക്യൂസിന് ജാമ്യം കിട്ടും. അതുകൊണ്ടാണ് ചില കേസുകൾക്ക് ജാമ്യം കിട്ടുന്നത്. മനസ്സിലായില്ല? ജാമ്യം കിട്ടുന്നത് വലിയൊരു കാര്യമല്ല, ഒരു അക്യൂറ്റ് ആവുന്നതാണ് ഏറ്റവും വലിയ കാര്യം. പക്ഷേ ഈ ജാമ്യം കിട്ടുമ്പോൾ തന്നെ ആൾക്കാർ വിചാരിക്കും ഇവൻ കുറ്റമൊന്നും ചെയ്തില്ല എന്ന് വിചാരിക്കുന്ന ഒരു സോ കോൾഡ് ബയാസ് ഉള്ളത് കൊണ്ടാണ് നമ്മൾ അങ്ങനെ ചിന്തിച്ചു പോകുന്നത്. ഓക്കെ, അപ്പോൾ എനിവേ നിങ്ങൾ കറക്റ്റായിട്ട് ചാർജ് ഷീറ്റ് ഫയൽ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അക്യൂസിന് ജാമ്യം കിട്ടത്തില്ല. ഓക്കെ, ദാറ്റ്സ് ഇറ്റ്. അപ്പം ഇത്രയാണ് 60th 90th ഡേയിൻ്റെ ഒരു സംഭവം. അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, അതുകൊണ്ടാണ് ഞാൻ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞത്. ഇനി ഈ കൊടുത്ത ജാമ്യത്തിനെ ക്യാൻസൽ ചെയ്യിക്കാൻ സാധിക്കുമോ? നിങ്ങൾ പോലീസുകാർ അതും ചിന്തിക്കണമല്ലോ അല്ലേ? ക്യാൻസൽ ചെയ്യാൻ സാധിക്കുന്ന സ്പെസിഫിക് ആയിട്ട് പ്രൊവിഷൻസ് 167-ലില്ല. 167-ലില്ല, പക്ഷേ 439 ക്ലോസ് 2 CRPCയും 437 ക്ലോസ് 5 CRPCയിലും കൃത്യമായിട്ട് ക്യാൻസലേഷൻ ഓഫ് ബെയിൽ പറയുന്നുണ്ട്. ഓക്കെ, അതായത് കൃത്യമായിട്ട് പറയുന്നില്ല, ക്യാൻസലേഷൻ ഓഫ് ബെയിൽ എന്നല്ല പറയുന്നത്, ബെയിൽ കണ്ടീഷൻസ് വയലേറ്റ് ചെയ്യുകയാണെങ്കിൽ തിരിച്ച് അറസ്റ്റ് ചെയ്യപ്പെടാം എന്ന് പറയുന്നുണ്ട്. ഓക്കെ, അതായത് നിങ്ങൾ ശ്രദ്ധിച്ചോളണം, ഒരാൾക്ക് ജാമ്യം കിട്ടിയെങ്കിലും പോലീസുകാരെ എപ്പോഴും ജാഗരൂകരായിരിക്കുക. അക്യൂസ്ഡ് എന്തെങ്കിലും ഒരു പണി ഒപ്പിക്കുകയാണെങ്കിൽ ഉടനെ റിപ്പോർട്ട് എഴുതി ബെയിൽ ക്യാൻസലേഷന് ഫയൽ ചെയ്യുക അല്ലേ? ഓക്കെ, എനിവേ, അപ്പം അതാണ് 167 ആൻഡ് അതിൻ്റെ ക്യാൻസലേഷൻ. ഇനി വേറൊരു സംഭവമുണ്ട്, ഹൗസ് കസ്റ്റഡി. നിങ്ങൾ കേട്ടിട്ടുണ്ടാവുമെന്ന് എനിക്കറിയില്ല. ഹൗസ് കസ്റ്റഡി ഭയങ്കര ഫേമസ് ആയതാണ്. ഇന്ത്യയിൽ ആദ്യമായിട്ട് ഈ ഹൗസ് കസ്റ്റഡി എന്ന് പറഞ്ഞ സംഭവം കൊണ്ടുവന്നത് ഗൗതം നവലേഖ വേഴ്സസ് നാഷണൽ ഇൻവെസ്റ്റിഗേഷൻ ഏജൻസി 2021 എന്ന് പറഞ്ഞൊരു കേസിലാണ്. ഗൗതം നവലേഖയുടെ കേസിലാണ് ഹൗസ് കസ്റ്റഡി എന്ന സംഭവം വന്നത്. ഓക്കെ, ഇത്രയേ ഉള്ളൂ. ഇനി നമ്മൾ പഠിക്കാൻ പോകുന്ന വളരെ സിമ്പിളായിട്ടുള്ള കുറച്ച് ടോപ്പിക്സാണ്. ഇതുവരെ ഉണ്ടായിരുന്ന കുറച്ച് ടഫായിരുന്നു. ഇനി പഠിക്കുന്നത് വളരെ സിമ്പിളായിട്ടുള്ള കാര്യങ്ങളാണ്. സമ്മൻസ്, വാറണ്ട് എന്താണ്, എന്തൊക്കെയാണ് ഫോം, എങ്ങനെയാണ് സെർവ് ചെയ്യേണ്ടതെന്നുള്ളതാണ്. സിലബസ് വൈസാണ് ഞാൻ ഈ ക്ലാസ് അത്ര എടുക്കുന്നത്. നിങ്ങൾ സിലബസിൽ പറഞ്ഞിരിക്കുന്ന പോർഷൻസ് മാത്രമേ ഞാൻ എടുക്കുന്നുള്ളൂ, കൂടുതലൊന്നും ഞാൻ എടുക്കുന്നില്ല. പക്ഷേ സിലബസ് ഫുൾ കവർ ചെയ്ത് ഏതൊക്കെ കോണിൽ നിന്ന് ക്വസ്റ്റ്യൻ ചോദിക്കാം എന്നതനുസരിച്ചാണ് ഞാൻ നിങ്ങൾക്ക് ക്വസ്റ്റ്യൻസ് ഫ്രെയിം ചെയ്യുന്നത്. ഓക്കെ, അടുത്തത് സമ്മൻസ് എന്താണെന്ന് നോക്കാം. ഓക്കെ, ആക്ച്വലി 2 kinds ഓഫ് സമ്മൻസ് ഉണ്ട്. സമ്മൻസ് ഫോർ അപ്പിയറൻസും ഉണ്ട്, സമ്മൻസ് ടു പ്രൊഡ്യൂസ് ഡോക്യുമെൻറ്റും ഉണ്ട്. സമ്മൻസ് ഫോർ അപ്പിയറൻസ് സെക്ഷൻ 61 to 69 സമ്മൻസ് ഫോർ പ്രൊഡക്ഷൻ ഓഫ് ഡോക്യുമെൻറ്റ്സ് സെക്ഷൻ 91 92 ആണ്. നമ്മൾ ഇന്ന് ഡീൽ ചെയ്യാൻ പോകുന്നത് ഫസ്റ്റാണ് സമ്മൻസ് ഫോർ അപ്പിയറൻസ്. ഓക്കെ, സമ്മൻസിൻ്റെ ഫോം നിങ്ങളുടെ സിലബസിലുള്ള ടോപ്പിക്കാണ്. എവറി സമ്മൻസ് ഇഷ്യൂഡ് ബൈ എ കോർട്ട് ആൻഡ് ദ കോർട്ട് ഷാൽ ബി ഇൻ റൈറ്റിംഗ്. റൈറ്റിങ്ങിലായിരിക്കണം, ഡ്യൂപ്ലിക്കേറ്റ് ആയിരിക്കണം, അത് ഇൻ ഡ്യൂപ്ലിക്കേറ്റ് വേണം, 2 വേണം. ഓക്കെ,
അതുപോലെ സൈൻഡ് ബൈ ദി പ്രിസൈഡിങ് ഓഫീസർ ഓഫ് സച്ച് കോർട്ട്, അതുപോലെ തന്നെ ഹൈക്കോടതി പറയുന്ന ഏതെങ്കിലും ഓഫീസർ ആരാണോ അവർ ടൈം ടു ടൈം ഡയറക്റ്റ് ചെയ്യുന്നതനുസരിച്ചിട്ട്. അതുപോലെ തന്നെ സീലും വേണം, കോടതിയിൽ സീൽ വേണം. എന്തൊക്കെയാണ്? റൈറ്റിങ്ങിലായിരിക്കണം, ഡ്യൂപ്ലിക്കേറ്റ് വേണം, അതുപോലെ തന്നെ പ്രിസൈഡിങ് ഓഫീസർ സൈൻ ചെയ്യണം, ഒരു സീലും വേണം, കോടതിയിൽ സീല്. ഇനി ഞാൻ പറഞ്ഞ പോലെ സീലിൻ്റെ കാര്യം പറഞ്ഞു. ഇനി എങ്ങനെയാണ് സമൻസ് സെർവ് ചെയ്യുന്നത്? സെക്ഷൻ 62 ആണ് എങ്ങനെയാണ് സമൻസ് സെർവ് ചെയ്യുന്നതെന്ന് പറയുന്നത്. അതായത് ഒന്നുകിൽ പോലീസ് ഓഫീസറിന് സമൻസ് സെർവ് ചെയ്യാം, അല്ലെങ്കിൽ റൂൾസ് പ്രകാരം സ്റ്റേറ്റ് ഗവൺമെൻറ് മേക്ക് ചെയ്യുന്ന റൂൾസ് പ്രകാരം ഏതെങ്കിലും പബ്ലിക് സെർവൻറ്റിനെ കൊണ്ടും സെർവ് ചെയ്യിപ്പിക്കാം. സെർവ് ചെയ്യിക്കാം. അപ്പം ഓഫീസർ ഓൺ ദ കോർട്ട് ഇഷ്യൂയിങ് ഇറ്റ് ഓർ ബിഹാഫ് ഓഫ് അതർ പബ്ലിക് സെർവൻറ്റ്. സമൻസ് ഷാൽ ഇഫ് പ്രാക്ടിക്കൽ ബി സെർവ്ഡ് പേഴ്സണലി. അതായത് നിങ്ങൾ സമൻസ് പേഴ്സണലി സെർവ് ചെയ്യാൻ പറ്റുമെങ്കിൽ ഏറ്റവും നല്ലത് അതാണ്. പിന്നെ ഡ്യൂപ്ലിക്കേറ്റ് പുള്ളിക്ക് കൊടുത്ത് സൈൻ ചെയ്ത് വാങ്ങാം. ഇനി എവറി പേഴ്സൺ ഓൺ ഹൂം എ സമൻസ് ഈസ് സോ സെർവ്ഡ് ഷാൽ ഇഫ് സോ റിക്വയർഡ് ബൈ ദി സെർവിങ് ഓഫീസർ സൈൻ ദി റെസിപ്റ്റ് തരാം. അത് ആർക്കൊക്കെ ഈ സമൻസ് സെർവ് ചെയ്ത് പോയോ അവരൊക്കെ അതിൽ ബാക്കിൽ ഡ്യൂപ്ലിക്കേറ്റിൻ്റെ ബാക്കിൽ സൈൻ ചെയ്യണം. ഇനി നമ്മൾ ഐ പി സിയിൽ കുറച്ച് ഒഫൻസസ് പറയുന്നുണ്ട്. ഇത് കറക്റ്റായിട്ട് സമൻസ് കിട്ടിയിട്ട് ഹാജരായിട്ടില്ലെങ്കിൽ കേസ് എടുക്കാം, ആ രീതിക്ക് സംഭവം പറയുന്നുണ്ട്. അതാണത് IPC. അത് പഠിക്കുമ്പോൾ കുറച്ചുകൂടി വൃത്തിക്ക് പഠിക്കാം. ഓക്കെ, അടുത്തത് സർവീസ് വെൻ പേഴ്സൺ സമൻസ് കനോട്ട് ബി ഫൗണ്ട്. അപ്പോൾ നിങ്ങൾ സമൻസ് ഒക്കെ അയച്ചു, പക്ഷേ അയാളെ കണ്ടെത്താൻ പറ്റിയില്ല. അപ്പം ഡ്യൂ ഡെലിജൻസിൽ ഒരാളെ കണ്ടെത്താൻ, ഡ്യൂ ഡെലിജൻസ് എന്ന് വെച്ചാൽ ഞാൻ മാക്സിമം എല്ലാ കാര്യങ്ങളും സെൻസിബിളായിട്ട് പുള്ളിയിൽ നോക്കിയെടുത്തു, പക്ഷേ കണ്ടെത്താൻ പറ്റിയില്ല. അപ്പോൾ വേർ ദ പേഴ്സൺ സമൺഡ് കനോട്ട് ബൈ ദി എക്സസ് ഓഫ് ഡ്യൂ ഡെലിജൻസ് കനോട്ട് ബി ഫൗണ്ട്. അതുപോലെ തന്നെ സമൻസ് മേ ബി സെർവ്ഡ് ബൈ ലീവിങ് വൺ ഓഫ് ദി ഡ്യൂപ്ലിക്കേറ്റ്സ് ഫോർ ഹിം സം അഡൾട്ട് മെയിൽ മെമ്പർ ഓഫ് ദി ഫാമിലി. അതായത് ഇയാളെ കണ്ടെത്താൻ പറ്റിയില്ല, നമുക്ക് സമൻസ് അയക്കേണ്ട ആളിനെ കണ്ടെത്താൻ സാധിച്ചില്ല. അപ്പോൾ എന്ത് ചെയ്യും? നമ്മളവിടെ പോയിട്ട് വീട്ടിലൊക്കെ പോയി ഒന്ന് മണിയൊക്കെ അടിച്ച് ബെല്ലൊക്കെ അടിച്ചിട്ട് ആളിനെ വരുത്തുന്നു. അപ്പോൾ അവിടെ നോക്കിയപ്പോൾ ഒരു അഡൾട്ട് മെയിൽ മെമ്പർ, അയാൾ അച്ഛനുണ്ട്. അപ്പോൾ അച്ഛൻ അഡൾട്ട് മെയിൽ മെമ്പർ ആണല്ലോ. അപ്പോൾ പുള്ളിയിലെ സാധനം കൊടുക്കുന്നു. ആൻഡ് സൈൻ റെസിപ്റ്റ് ചെയ്യുക, ഡ്യൂപ്ലിക്കേറ്റിൽ സൈൻ ചെയ്യുക, എന്നിട്ട് അയാൾക്ക് കൊടുക്കുക. ഇതിൽ ഏറ്റവും വലിയ പ്രശ്നം എന്ന് പറഞ്ഞാൽ അഡൾട്ട് മെയിൽ മെമ്പറാണ്. പുതിയ BNSSൽ അത് മെമ്പർ ഓഫ് ദി ഫാമിലി എന്നുള്ളതാക്കിയിട്ടുണ്ട്. ഓക്കെ, അത് ഫീമെയിൽ മെയിൽ എന്നുള്ള ഒരു ജെൻഡർ ഡിസ്ക്രിമിനേഷൻ ഒന്നും വരാതെ മൊത്തം വന്നിട്ടുണ്ട്. അതുപോലെ അഡൾട്ട് എന്ന് പറയുന്നത് 18 വയസ്സിൽ മുകളിലുള്ള ആളാണ്. ഓക്കെ, പിന്നെ സെർവൻ്റ് എന്ന് പറയുന്നത് ആ ഫാമിലിയിലെ മെമ്പർ അല്ല. ഓക്കെ, അതും ഓർത്ത് വയ്ക്കുക. ഇനി ഗവൺമെൻറ് സെർവൻറ്റിന് എങ്ങനെ സമൻസ് സെർവ് ചെയ്യും? ആക്റ്റീവ് സർവീസ് ഓഫ് ഗവൺമെൻറ്റിലുള്ള ഒരാളാണെന്നുണ്ടെങ്കിൽ കോർട്ട് ഇഷ്യൂയിങ് സമൻ ഷാൽ ഓർഡിനറി സെൻഡ് ഡ്യൂപ്ലിക്കേറ്റ് ടു ദി ഹെഡ് ഓഫ് ദി ഓഫീസ്. HOD അയക്കും, എവിടെയാണോ എംപ്ലോയ് ചെയ്തിരിക്കുന്നത് അവിടുത്തെ HOD അയക്കും. ആൻഡ് അയാൾ സമൻസ് അയാൾക്ക് സെർവ് ചെയ്യണം. ഹെഡ് ഓഫ് ദി ഡിപ്പാർട്ട്മെൻറ്റ് ഷുഡ് ഗിവ് ടു ദ പേഴ്സൺ റിക്വയർഡ്. ഓക്കെ, അത് HOD ആണ് ആ സമൻസ് പുള്ളിക്ക് അയക്കാം. എന്നിട്ട് പുള്ളിക്ക് അയാളെ സിഗ്നേച്ചർ ഇട്ടിട്ട് എൻഡോഴ്സ്മെൻറ്റ് തിരിച്ചയക്കാം. ഇതെന്ന് പറയുന്നത് ഡ്യൂ സർവീസായിട്ട് കണക്കാക്കും. അയാൾ സിഗ്നേച്ചർ ഡ്യൂ സർവീസായിട്ട് കണക്കാക്കും. ഇത്രയേ ഉള്ളൂ. ഇനി ഞാൻ പറഞ്ഞല്ലോ ആ സംഭവം. ഇനി വാറണ്ട് ഓഫ് അറസ്റ്റ്. ഈ വാറണ്ട് ഓഫ് അറസ്റ്റിൽ കുറേ കാര്യങ്ങളുണ്ട്, പക്ഷേ നിങ്ങൾക്ക് ഉള്ള ഇത് മാത്രമേ ഞാൻ എടുക്കുന്നുള്ളൂ. സെക്ഷൻ 70 എന്ന് പറയുന്നത് വാറണ്ട് അറസ്റ്റ് ഡ്യൂറേഷൻ്റെയൊക്കെ ഫോമാണ്. സെക്ഷൻ 71 എന്ന് പറയുന്നത് സെക്യൂരിറ്റി എടുക്കുക എന്നുള്ളത്. അതുപോലെ വാറണ്ട് ടു ഹൂം ഡയറക്റ്റഡ്. വാറണ്ട് മേ ബി ഡയറക്റ്റഡ് ടു എനി പേഴ്സൺ. Warrant directed to police officer. Notification substance of the warrant. Person arrested to be brought before the court without delay. Where warrant may be executed. Warrant forward for execution outside jurisdiction. ഇത് വാറണ്ടിൽ നിങ്ങൾക്ക് ആവശ്യമുള്ള കാര്യം മാത്രമേ ഞാൻ എടുത്തിട്ടുള്ളൂ. സെക്ഷൻ 70 എന്ന് പറഞ്ഞാൽ വാറണ്ട് ഡയറക്റ്റഡ് ടു പോലീസ് ഓഫീസർ ഫോർ എക്സിക്യൂഷൻ ഔട്ട്സൈഡ് ജൂറിസ്ഡിക്ഷൻ എങ്ങനെ എക്സിക്യൂട്ട് ചെയ്യണം. വാറണ്ട് ഇഷ്യൂ ചെയ്ത് കഴിഞ്ഞാൽ എങ്ങനെയായിരിക്കണം അറസ്റ്റ് ചെയ്ത ആളിനെ മജിസ്ട്രേറ്റിൽ എങ്ങനെ കൊണ്ടുവരണം, പ്രൊസീജിയർ. ഇത് ഇത്രയും നമ്മുടെ CRPC ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് കുറച്ച് പോർഷൻസ് മാത്രമേ ഉള്ളൂ. അപ്പോൾ ആ പോർഷൻസ് മാത്രമേ ഇനിയുള്ള ഒരു സ്ലൈഡിലും കൂടെ ഉള്ളൂ. സെക്ഷൻ 72 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വാറണ്ട് നോർമലി നമ്മുടെ പോലീസ് ഓഫീസേഴ്സിനാണ് ഡയറക്റ്റ് ചെയ്യുന്നത്. ഉറപ്പായിട്ടും ചോദിക്കുന്ന ക്വസ്റ്റ്യനാണ്, വാറണ്ട് ആർക്കാണ് ഡയറക്റ്റ് ചെയ്യുന്നത്? വെരി ഫണ്ടമെൻ്റൽ ക്വസ്റ്റ്യനാണ്. വാറണ്ട് ഉറപ്പായിട്ടും പോലീസ് ഓഫീസറിന് മാത്രമേ ഡയറക്റ്റ് ചെയ്യാൻ പറ്റുള്ളൂ. പ്രൈവറ്റ് പേഴ്സണ് കൊടുക്കാം എന്നും പറഞ്ഞ് നിങ്ങൾ ആ ഓപ്ഷനിൽ പ്രൈവറ്റ് ടു എനി അതർ പേഴ്സൺ എഴുതരുത്. ഓക്കെ, പോലീസ് ഓഫീസർ ഉണ്ടെങ്കിൽ പോലീസ് ഓഫീസറിന് മാത്രമേ എഴുതാവുള്ളൂ. വാറണ്ട് ആക്ച്വലി ഷുഡ് ബി ഡയറക്റ്റഡ് ടു ദി പോലീസ് ഓഫീസർ. പോലീസ് ഓഫീസർ ഇല്ലാത്തൊരു സാഹചര്യത്തിൽ മാത്രമേ പ്രൈവറ്റ് പേഴ്സണ് കൊടുക്കത്തുള്ളൂ.
കാരണം അത് അത്രയും ഇമ്പോർട്ടൻ്റ് ആയിട്ട് പെട്ടെന്ന് നടത്തിക്കണം. അതുപോലെ തന്നെ പോലീസ് ഓഫീസർ ഇമ്മീഡിയറ്റ്ലി അവൈലബിൾ അല്ല എന്നുണ്ടെങ്കിൽ വേറൊരു പേഴ്സണെ അറിയിച്ചിട്ട് അതുവഴി എക്സിക്യൂട്ട് ചെയ്യാം. ഇനി വേറെ വാറണ്ട് ഈസ് ഡയറക്റ്റഡ് ടു മോർ ഓഫീസർ ഓർ പേഴ്സൺ ദാൻ വൺ, ഇറ്റ് മേ ബി എക്സിക്യൂട്ട് ബൈ ആൾ. അപ്പോൾ ഒരുപാട് പോലീസ് ഓഫീസറിൽ കൊടുത്തിട്ടുണ്ടെങ്കിൽ ആർക്കെങ്കിലും ഒരാൾ അത് എക്സിക്യൂട്ട് ചെയ്താൽ മതി. ഇനി വാറണ്ട് ഡയറക്റ്റഡ് ടു പോലീസ് ഓഫീസർ. ഇപ്പോൾ വാറണ്ട് ഒരു പോലീസ് ഓഫീസറിനാണ് കൊടുക്കുന്നതെങ്കിൽ ആ പോലീസ് ഓഫീസറിൻ്റെ പേരും പോലീസ് ഓഫീസർ എനി അതർ പോലീസ് ഓഫീസറിനെ കൊണ്ട് എക്സിക്യൂട്ട് ചെയ്യിപ്പിക്കാം. അയാളെ പേര് എഴുതണം. ആർക്കാണോ ഇത് എക്സിക്യൂട്ട് ചെയ്യാൻ കൊടുക്കുന്നത് അയാളെ പേര് അതിൽ വേണം. വാറണ്ട് എവിടെ വേണം എക്സിക്യൂട്ട് ചെയ്യേണ്ടത്? ഇപ്പോൾ കേരളത്തിലൊരു വാറണ്ട് ഇഷ്യൂ ചെയ്തു, അതെവിടെയാണ് എക്സിക്യൂട്ട് ചെയ്യേണ്ടത്? ഇൻ എനി പ്ലേസ് ഇൻ ഇന്ത്യയിൽ എവിടെ വെച്ച് വേണോ അത് എക്സിക്യൂട്ട് ചെയ്യാം. വാറണ്ട് എങ്ങനെയാണ് എക്സിക്യൂട്ട് ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ അറസ്റ്റ് ചെയ്യുന്നതാണ് എക്സിക്യൂട്ട് ചെയ്യുന്നത് കേട്ടോ. എന്താണ് എക്സിക്യൂട്ട് ചെയ്ത് ഓക്കെ, പുള്ളിനെ എവിടെ വേണമെങ്കിൽ നമുക്ക് പോയി പിടിക്കാമെന്ന് പറയുന്നത് സംഭവം തന്നെയാണ്. വാറണ്ട് എക്സിക്യൂട്ട് ചെയ്യുന്നത് എവിടെ വെച്ച് വേണോ നിങ്ങൾക്ക് അത് എക്സിക്യൂട്ട് ചെയ്യാം. അതാണ് സെക്ഷൻ 77. ഓക്കെ, നമ്മുടെ ലാസ്റ്റ് സ്ലൈഡ് എത്തിയിരിക്കുകയാണ്. ഒരാളെയും 24 മണിക്കൂർ കൂടുതൽ ഡിറ്റൻഷൻ വെക്കാൻ പാടില്ല. ഞാൻ കൃത്യമായിട്ട് പറയുന്നത് പല പോലീസ് സ്റ്റേഷനിലും നമ്മൾ കേൾക്കുന്ന കേസസ് വെരി ഡാർക്ക് സിറ്റുവേഷൻസിലാണ്. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ഒന്നുകൂടി ആവർത്തിച്ച് പറയുന്നത്. ഭാവിയിൽ വരുന്ന SIമാരൊക്കെ ഒന്ന് ശ്രദ്ധിക്കൂ എന്ന് അറിയാൻ വേണ്ടിയിട്ടാണ്. ഓക്കെ, ആർട്ടിക്കിൾ 22 ക്ലോസ് 2 ഓഫ് ദി കോൺസ്റ്റിറ്റ്യൂഷൻ പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ അറസ്റ്റ് വിത്ത് ഓർ വിത്തൗട്ട് വാറണ്ട് 24 മണിക്കൂർ കൂടുതൽ ഒരു മനുഷ്യനെ കസ്റ്റഡി വയ്ക്കാൻ പാടില്ല, ഇല്ലീഗൽ ഡിറ്റൻഷൻ പാടില്ല. അതുപോലെ സെക്ഷൻ 57 ഓഫ് CRPC പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ അറസ്റ്റ് വിത്തൗട്ട് വാറണ്ട് 24 hours കൂടുതൽ വെക്കാൻ പാടില്ല. സെക്ഷൻ 76 ഓഫ് CRPC പറയുന്നത് അറസ്റ്റ് ഡ്യൂറിങ് ദ എക്സിക്യൂഷൻ ഓഫ് വാറണ്ട്, അതാണെങ്കിൽ പോലും 24 മണിക്കൂർ കൂടുതൽ ഒരു മനുഷ്യനെ മജിസ്ട്രേറ്റിൻ്റെ ഓർഡർ ഇല്ലാതെ വെക്കാൻ പറ്റില്ല. അപ്പോൾ ഇതിൽ നിന്നൊക്കെ മനസ്സിലായി എന്താണ്, മജിസ്ട്രേറ്റിൻ്റെ ഓർഡർ ഇല്ലാതെ ഒരു മനുഷ്യരെയും നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, 24 മണിക്കൂറിൽ കൂടുതൽ ഡിറ്റൻഷന് വെക്കാൻ പറ്റില്ല. അങ്ങനെ വെക്കുവാണെങ്കിൽ എന്താവും, ഇല്ലീഗൽ ഡിറ്റൻഷൻ ആവും. പിന്നെ അയാൾക്കുള്ള പോകുമ്പഴി habeas corpus ഫയൽ ചെയ്യുക എന്നുള്ളതാണ്. ഓക്കെ, സോ ദാറ്റ്സ് ഇറ്റ്. താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ്. എന്തെങ്കിലും പുതിയ ലെസൺസ് ആഡ് ചെയ്യണമെങ്കിൽ പറയാം. SIയുടെ CRPC IPC പോർഷൻ ഉറപ്പായിട്ടും കംപ്ലീറ്റ് ചെയ്തിരിക്കും. IPC ഒക്കെ ഞാൻ പല വീഡിയോസും ഇങ്ങനെ നോക്കുമ്പോൾ അവർക്ക് ഭയങ്കര ഡീറ്റെയിൽ ആയിട്ട് എക്സ്പ്ലെയിൻ ചെയ്യുന്നുണ്ട്. അതിൻ്റെ ആവശ്യമില്ല. കീവേഡ്സ് പഠിക്കുക എന്നുള്ളതാണ് ഇമ്പോർട്ടൻറ്റ്. ഉദാഹരണത്തിന് ഞാനീ പറഞ്ഞുതരാം എന്താണ് ഈ കീവേഡ് ഞാനിപ്പോൾ പറഞ്ഞുതരാം. സമൻസ്, ഫോം ഓഫ് സമൻസ് അല്ലെ. ഓക്കെ 167 കീവേഡ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇൻവെസ്റ്റിഗേഷൻ കനോട്ട് ബി കംപ്ലീറ്റഡ്, ഫസ്റ്റ് കീവേഡ്. സെക്കൻഡ് കീവേഡ് 24 hours. തേർഡ് കീവേഡ് നിയറസ്റ്റ് മജിസ്ട്രേറ്റ്. ഓക്കെ, പിന്നെ വരുന്നത് SI നോട്ട് ബിലോ ദ റാങ്ക് ഓഫ് SI. ഫോർവേഡ് അലോങ് വിത്ത് ദി കോപ്പി ഓഫ് ദി എൻട്രീസ് ഇൻ ദ ഡയറി. ഇത്രയുമാണ് അതിൻ്റെ മെയിൻ ക്രക്സ്. ഈ ക്രക്സ് പഠിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈ ക്രക്സ് പഠിക്കുക, ഒരു പേപ്പർ എഴുതുക, റിവൈസ് ചെയ്യുക, വായിക്കുക, റിവൈസ് ചെയ്യുക. പഠിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഓർമ്മ നിൽക്കും. ഇല്ലാണ്ട് ഈ വാരി വലിച്ചിരുന്ന് പഠിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഓർമ്മയിൽ നിൽക്കത്തില്ല. റിവൈസ് ചെയ്യാൻ ഭയങ്കര പാടായിരിക്കും. ഓക്കെ, ഭയങ്കര പാടായിരിക്കും. ഞാനത് 100% ഉറപ്പ് വരുന്നു. നമുക്ക് അല്ലാണ്ട് തന്നെ പഠിക്കാൻ ഭയങ്കര പാടാണ്. സോ അത് കറക്റ്റായിട്ട് റിവൈസ് ചെയ്യാതെ പോയി വാരി വലിച്ച് എല്ലാ വീഡിയോസും കണ്ടു കഴിഞ്ഞിട്ട് കാര്യമില്ല. വാട്ട് യു നീഡ് ഇസ് ദി ക്രക്സ്. ഒരു സെക്ഷൻ എടുക്കുമ്പോൾ ആ സെക്ഷൻ്റെ കീവേഡ്സ് കൃത്യമായിട്ട് അറിഞ്ഞിരിക്കാം. ഓക്കെ, താങ്ക് യു സോ മച്ച്. സീ യു നെക്സ്റ്റ് വീഡിയോ. ബൈ.